ഉച്ചയ്ക്ക് ഒരു ലക്ഷറി ലഞ്ചൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പോയത് സ്റ്റേ ചെയ്യാനുള്ള മാൻഷനിലേക്കാണ്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു അനുഭവം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ഈ മാൻഷൻ തന്നെയെന്നും. അത്രമാത്രം ഗൃഹാതുരത്വം നിറഞ്ഞ ഒന്നായിരുന്നു അവിടുത്തെ സ്റ്റേ. ഒരു പാലസിൻ്റെ മിനിയേച്ചർ രൂപം. ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞതായിരുന്നു ആ മാൻഷനും അതിൻ്റെ ചുറ്റുപാടും. പിന്നെ നിഷ്കളങ്കത നിറഞ്ഞ അവിടുത്തെ ആൾക്കാരും. രണ്ട് വലിയ അകത്തളങ്ങൾ അതിൻ്റെ പ്രൗഢി കൂട്ടാനുതകുന്നതായിരുന്നു. പിന്നെ മുകളിൽ 2 നിലകളിലായി ലക്ഷറി റൂംസും. ഇവിടുത്തെ ഹൈജീൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രൗഢിയാർന്ന കൊട്ടാരങ്ങൾ പോലെ തന്നെ ഇവിടുത്തെ നെയ്ത്തുശാലകളും വളരെ പ്രസിദ്ധമാണ്. ചെട്ടിനാട് സ്റ്റൈൽ ഡിസൈൻ സാരീസ്, ഓർണമെന്റ്സ് ഒക്കെ തന്നെ ഇവിടുത്തെ കലാമഹിമ വിളിച്ചോതുന്നവ തന്നെയാണ്. അങ്ങനെ ഒരു നെയ്ത്തുശാലയിലേക്കാണ് ഞങ്ങൾ വൈകിട്ട് പോയത്. വഴിയിൽ വച്ചു കണ്ടുമുട്ടിയ ആട്ടിൻപറ്റങ്ങളും അവിടുത്തെ തെരുവുകളും ഒക്കെ തന്നെ ഒരു മനോഹര ചിത്രം പോലെ മനസ്സിനെ തൊട്ടുണർത്തി. അവിടുത്തെ ചെട്ടിനാട് ഡിസൈൻ സാരീസൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റിലൊക്കെ അലങ്ങി തിരിഞ്ഞു നടന്നു. കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാൻഷനിലേക്ക് പോയി. രാവിലെ എണീറ്റ് ഒരു കുഞ്ഞു മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ടെറസിൽ നിന്ന് ചുറ്റുപാടും നിരീക്ഷിച്ചപ്പോൾ ഈ മാൻഷൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഗണപതി അമ്പലവും അതിൻ്റെ മുന്നിലുള്ള ഒരു വലിയ കുളവും കണ്ണിലുടക്കി. പിന്നെ പെട്ടെന്ന് റെഡിയായി അങ്ങോട്ടേക്ക് പോയി. ഇവിടുത്തുകാർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ ജലാശയമാണ്. അതിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്തിരുന്നത് കൊണ്ട് നടക്കാനൊക്കെ ആൾക്കാർ വരുന്നത് കണ്ടു. നിറയെ മരങ്ങളും വലിയ ആലുകളും ഇരിക്കാൻ ബെഞ്ചും ഒക്കെയായി ഒരു വൈബ് സ്ഥലം. പിന്നെ തിരിച്ച് മാൻഷനിലെത്തിയപ്പോൾ ഒരു ചേച്ചി കോലം ഇടുന്നത് കണ്ടു. ഞങ്ങളും ഒപ്പം കൂടി. ഇതാണ് ഇവിടുത്തെ ഡേ ലൈറ്റ് വ്യൂ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. പ്രോട്ടീൻ റിച്ച് ആയിരുന്നു ഫുഡ്. റാഗി പുലാവ്, കടല, ഇഡ്ഡലി, ഊത്തപ്പം, സാമ്പാർ, ചട്നി, കോഫി, പിന്നെ കവണി അരി കൊണ്ടുള്ള ഒരു പായസം. അത് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടായിരുന്നു കഴിച്ചിരുന്നത്. കവണി അരി വലിയ ഔഷധ ഗുണമുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. ரொம்ப പ്രമാദം ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. മനസ്സും വയറും നിറഞ്ഞു. അവരോട് യാത്ര പറഞ്ഞു ഞങ്ങൾ പടിയിറങ്ങി.